പ്രാക്ടിക്കലായി പ്രവർത്തിക്കുക. ലോകത്ത് എന്തൊക്കെയോ നടക്കുന്നുണ്ടാവും, ആളുകൾ എന്തെല്ലാമോ പറയുന്നവരുണ്ടാവും. അവരെ പറ്റി ഒന്നും ചിന്തിക്കാനേ പോകണ്ട, അവരെ പറ്റി നമ്മൾ ശ്രദ്ധിക്കുകയേ വേണ്ട. അത് ശത്രുക്കളില്ലാത്ത ഒരു മനുഷ്യനും ലോകത്തിവിടെ വന്നിട്ടില്ല. കദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വൻ ശയാത്തീനൽ ഇൻസി വൽ ജിന്നി. അല്ലാഹു ഖുർആനിൽ പറയുന്ന എല്ലാ നബിമാർക്കും ശത്രുക്കളുണ്ട്. ശയാത്തീനൽ ഇൻസി, മനുഷ്യൻ എന്നെ എല്ലാ ചീത്തയും ഇങ്ങനെ പറയുന്നു. അതങ്ങനെ പറഞ്ഞോട്ടെ, ഞാനതിന് മറുപടി പറയാൻ പോകുന്നില്ല. എന്നിട്ടോ ഷാഫി ഇമാം പറയും, അത് പറയാത്തത് കൊണ്ട് എനിക്ക് സഹിഷ്ണുതയും ക്ഷമയും ഗുണവും ഇങ്ങനെ വർദ്ധിക്കുന്നു. അവൻ വിഡ്ഢിയായി ഇങ്ങനെ പോകുന്നു. ഏതുപോലെ ഊത് തീയിലിട്ട് ആ തീ കൊണ്ട് കരിക്കുന്നോറും നല്ല നല്ല മണം ഇങ്ങനെ സുഗന്ധദ്രവ്യം വരുന്നു. അത് കഴിഞ്ഞ് കാന്തപുരം ഉസ്താദിന്റെ നാശം കാക്കാൻ നിങ്ങൾ തുടങ്ങിയിട്ട് കാലത്രയായി കൂട്ടരെ. ചിലര് വന്നിട്ട് ഉളുപ്പില്ലാതെ ചോദിക്കാണ്, കാന്തപുരം ഉസ്താദ് നിങ്ങൾ മഖ്ബറ കെട്ടൂലേ? എടോ, ഞങ്ങള് കാന്തപുരം ഉസ്താദിന് വേണ്ടി ദ്വാരുന്നുകൊണ്ടും ഉന്നതമായ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടും ഉസ്താദിന് ഇനിയും ഒരു 50 കൊല്ലം ഈ ഉമ്മത്തിനെ മുന്നോട്ട് നയിക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ആലോചിക്കുന്നത്. ഞങ്ങൾ അങ്ങനെയാണ്, അങ്ങനെയുള്ള കുടുംബത്തിലാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങളെ വാപ്പാര് വല്ല രോഗമായി കിടക്കുമ്പോ വാപ്പ മരിച്ചിട്ട് മുതലെന്ത് കാട്ടണമെന്ന് ആലോചിച്ചിരുന്ന ചന്തുമാരായിരുന്നില്ല ഞങ്ങളെ. അങ്ങനെയുള്ള നേതൃവാണികൾ ബന്ധമല്ല ഞങ്ങൾക്കുള്ളത്. സഹോദരന്മാരെ, ഇവരൊക്കെ കുടിച്ച മുലപ്പാലും ഇവർ ജീവിച്ചു വളർന്ന കുടുംബ പാരമ്പര്യവും അതായതുകൊണ്ട് ഈമാൻ സലാമത്തായി കിട്ടാൻ ഏറ്റവും വലിയ മരുന്നാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ മേൽ ചെല്ലുന്ന സ്വലാത്ത്. എത്ര സ്വലാത്ത് നിങ്ങൾക്ക് ചെല്ലാൻ കഴിയും ഒരു ദിവസം, അത്രയും വർദ്ധിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് ആ സ്വലാത്ത് ചെല്ലുന്ന നാവിനെ അള്ളാഹു നരകത്തിൽ കടത്തൂല. ആ നാവ് ഉള്ള ശരീരത്തെ അള്ളാഹു നരകത്തിൽ കടത്തുകയില്ല.